നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. eMudhra Ltd എന്ന IPO ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊത്തം 412 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ 161 കോടി രൂപയാണ് ഫ്രഷ് ഇഷ്യൂ ആയിട്ടുള്ളത്. ലാർജസ്റ്റ് ലൈസൻസ്ഡ് സർട്ടിഫയിങ് അതോറിറ്റി അതാണ് ഈ കമ്പനി. അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ മാർക്കറ്റ് സ്പേസിൽ ഏറ്റവും കൂടുതൽ, അതായത് 37.9% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് eMudhra Ltd എന്നുള്ളത്. ഇതിൻ്റെ ഇഷ്യൂ ഓപ്പൺ ആവുന്നത് മെയ് 20-ാം തീയതിയാണ്. അത് 24-ാം തീയതി ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് eMudhra Ltd എന്നുള്ള ഈ IPOയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. eMudhra Ltd അവരുടെ ബിസിനസ് എന്താണ്, അവർ ചെയ്യുന്ന സർവീസസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇനി ഈ താഴെ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷണൽ സർട്ടിഫിക്കറ്റ്സ്, ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ്, SSL TLS സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഡിവൈസ് സർട്ടിഫിക്കറ്റ്സ്, പോർട്ട്ഫോളിയോ ഡിജിറ്റൽ സെക്യൂരിറ്റി ആൻഡ് പേപ്പർലെസ് ട്രാൻസ്ഫോർമേഷൻ സൊല്യൂഷൻസ്, മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ, പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, വെബ്സൈറ്റ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, IT പോളിസി അസസ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ eMudhra എന്ന കമ്പനിയുടെ അവരുടെ സർവീസസിൽ പെടുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കേഷൻ രംഗത്ത് ഈ കമ്പനിയുടെ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ പരിചയസമ്പന്നത വളരെ മികച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകപ്രശസ്തമായിട്ടുള്ള ബ്രൗസർ കമ്പനികൾ, അതായത് ഡോക്യുമെൻ്റ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ കമ്പനികളും മൈക്രോസോഫ്റ്റ്, മോസില, ആപ്പിൾ, അഡോബ് തുടങ്ങിയിട്ടുള്ള കമ്പനികൾ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി വ്യക്തികൾക്കും ഓർഗനൈസേഷൻസിനും സെല്ല് ചെയ്യാനും കൂടാതെ ലോകം മുഴുവൻ SSL TLS സർട്ടിഫിക്കറ്റ്, വെബ്സൈറ്റ് ഓതൻറ്റിക്കേഷന് ഇഷ്യൂ ചെയ്യുന്നതിനും eMudhra എന്ന് പറയുന്ന ഈ കമ്പനിയെ അവർ അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ചാനൽ പാർട്ട്നേഴ്സ്, അതായത് 88,457 ചാനൽ പാർട്ട്നേഴ്സ് വഴി 5 കോടിയിലധികം ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ് ആണ് കമ്പനി ഇതുവരെ ഇഷ്യൂ ചെയ്തത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 36,233 റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഉണ്ട് കമ്പനിക്ക്. അതുപോലെ തന്നെ 563 പല സ്ഥാപനങ്ങൾ, എൻ്റർപ്രൈസസും ഉണ്ട് ഇവരുടെ സേവനം വാങ്ങുന്നതായിട്ട്. പിന്നെ eMudhrയുടെ ടെക്നിക്കൽ സൊല്യൂഷൻസ് അത് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള 10 ബാങ്കുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് കമ്പനികളിൽ 6 ഇവരുടെ സൊല്യൂഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, ടോപ്പ് 500 കമ്പനീസിലെ ടോപ്പായിട്ടുള്ള 19 കമ്പനീസും eMudhraയുടെ സൊല്യൂഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. കമ്പനിയുടെ വെബ്സൈറ്റിൽ തന്നെ അവരുടെ ചില പ്രമുഖ കസ്റ്റമേഴ്സിൻ്റെ ലോഗോകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലതാണ് ഈ കാണുന്നത്. പല പ്രമുഖ ബ്രാൻഡുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 161 കോടി രൂപ ഇവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അവരുടെ ഋണബാധ്യത, കടബാധ്യതകളെ കുറച്ച് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബോറോയിങ്സ് ഒക്കെ ഒഴിവാക്കി അവിടെ കുറച്ച് പേയ്മെൻറ്റ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിനും പുതുതായിട്ടുള്ള കുറച്ച് ഡാറ്റാ സെൻറ്റേഴ്സ് ഇന്ത്യക്കകത്തും പുറത്തും അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ആവശ്യമായിട്ട് വരും. പിന്നെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്സിന് അതിന് വേണ്ടിയിട്ട് അവർ ആ ഫണ്ട് കുറച്ച് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അവരുടെ മുദ്ര INC അവർക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് മാറ്റിവയ്ക്കുന്നുണ്ട്. അതായത് മാർക്കറ്റിംഗ്, സെയിൽസ്, പിന്നെ അതർ റിലേറ്റഡ് കോസ്റ്റ്, ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ടുകൾ, പിന്നെ കൂടാതെ ജനറൽ കോർപ്പറേറ്റ് പർപ്പസിനും വേണ്ടിയിട്ടാണ് ഈ ഫ്രഷ് ഇഷ്യൂകളുടെ അതുവഴി കിട്ടുന്ന പണം, അതായത് 161 കോടി രൂപ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് പ്രമുഖമായിട്ട് പറയുകയാണെങ്കിൽ വെങ്കിട്ടരാമൻ ശ്രീനിവാസനും താരോ PT ലിമിറ്റഡുമാണ്. അത് ഒരു വിദേശ ഫണ്ടാണ്. ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 84.47% ഓഹരികളാണ് ഈ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. റവന്യൂ 2019 101.7 കോടി രൂപയായിരുന്നു. ആ വർഷം അതിൻ്റെ ലാഭം 17.2 കോടി രൂപയാണ്. അടുത്ത വർഷം ആയപ്പോഴത്തേക്കും 116.8 റവന്യൂ വർദ്ധിച്ചു.
നെറ്റ് ഇൻകം 17 കോടിയായിരുന്നു ആ വർഷം. അതുപോലെ 2021 ഈ 116 ആയിരുന്ന റവന്യൂ 132.4 എന്നുള്ള ലെവലിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് 17.1 കോടിയാണ്. പിന്നെ നമുക്ക് 2021-22 ധനകാര്യ വർഷത്തെ ആദ്യത്തെ 3 ക്വാർട്ടറിലെ ഫലമാണിത്. അതായത് കഴിഞ്ഞ ഡിസംബറിൽ അവസാനിച്ച ക്വാർട്ടറിൽ 138.3 കോടിയാണ് റവന്യൂ കാണിക്കുന്നത്. അതിൻ്റെ നെറ്റ് ഇൻകം അത്രയും കാലത്തെ മാത്രം നോക്കുകയാണെങ്കിൽ 31.4 കോടി രൂപയുണ്ട്. ഇത് ഈ കാണുന്നതാണ് മാർജിൻ പെർസെൻറ്റേജ്. 16.9, 14.6, അതുപോലെ തന്നെ 2021 അല്പം കുറഞ്ഞ് 12.9, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ 3 ക്വാർട്ടറിലെ നോക്കുകയാണെങ്കിൽ 22.7. അപ്പോൾ അതായത് ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ വളരെയധികം മെച്ചപ്പെട്ടു വരുന്നുണ്ട് കമ്പനി ക്രമമായിട്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നല്ല വളർച്ചയും രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 2.49, PE റേഷ്യോ 97.50, 102.81 ആ റേഞ്ചിലാണ്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 16.26% ആണ്. ബുക്ക് വാല്യൂ 15.30 പെർ ഷെയറുമാണ്. ഇതിൻ്റെ റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ പ്രോസ്പെക്ടസ് വെച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് കോമ്പറ്റീറ്റേഴ്സായിട്ട് പിയർ കമ്പനികളൊന്നും തന്നെ ഉള്ളതായിട്ട് പറയുന്നില്ല. നമുക്കിനി IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഇഷ്യൂ ഡേറ്റുകൾ 20-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ്. പിന്നെ പ്രൈസ് ബാൻഡ് 243 രൂപ മുതൽ 256 വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് കാണുന്നത്. 161 കോടി രൂപയാണ് ഫ്രഷ് ഇഷ്യൂ. പിന്നെ 98.35 ലക്ഷം ഓഹരികളാണ് ഓഫർ ഫോർ സെയിലായിട്ട് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സും ഇപ്പോഴുള്ള ഇൻവെസ്റ്റേഴ്സും വിറ്റഴിക്കുന്നത്. അതായത് 251.79 കോടി രൂപയ്ക്കുള്ളത് വരും. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എത്രയാണ്? 412.79 കോടി രൂപ. ഇനി റീറ്റെയിലേഴ്സിന് മിനിമം അപ്ലൈ ചെയ്യാവുന്നത് 58 ഓഹരിയാണ്. 58 ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 5 ഫേസ് വാല്യൂ ഇതിൻ്റെ. അതിനാണ് ഇപ്പോൾ 256 എന്നുള്ള അപ്പർ ബാൻഡ് പ്രൈസ് വന്നിരിക്കുന്നത്. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് അലോട്ട് ചെയ്യുന്നുണ്ട്. 50% ഓഹരികൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% ഓഹരികൾ HNIസിനും 35% റീറ്റെയിലേഴ്സിനുമാണ് ഇപ്പോൾ സെബി അലോട്ട് ചെയ്യുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇഷ്യൂ അലോട്ട്മെൻറ്റ് വരുന്നത് 27-ാം തീയതിയാണ്, മെയ് മാസത്തിൽ. കിട്ടാത്തവർക്ക് റീഫണ്ട് വരുന്നത് മെയ് 30-ാം തീയതിയാണ്. ഇനി ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് കിട്ടിയവർക്ക് 31-ാം തീയതി മെയ് മാസത്തിൽ. ലിസ്റ്റിംഗ് വരുന്നത് ജൂൺ 1-ാം തീയതിയുമാണ്. ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറയട്ടെ. അതായത് ഇൻ്റർനാഷണലി തന്നെ ഫേമസ് ആയിട്ടുള്ള ബ്രൗസിംഗ് കമ്പനികളും ഡോക്യുമെൻറ്റ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ കമ്പനികളുമായിട്ടുള്ള അഡോബ്, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, മോസില തുടങ്ങിയിട്ടുള്ള കമ്പനികൾ അംഗീകരിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് eMudhra എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ടോപ്പ് ബാങ്കുകളെല്ലാം തന്നെ ഇവരുടെ സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, ടോപ്പ് കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ് എന്നുള്ളതാണ്. ഇതൊരു ന്യൂജൻ സെഗ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അത് മാത്രമാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കമ്പനി തുടർച്ചയായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് വളരെ മികച്ച റിപ്പോർട്ടുകളാണ് നൽകുന്നത് എന്നുള്ളതും നമുക്കൊരു ആശാവഹമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടൊരു ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. eMudhrയുടെ രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. ലീഡ് മാനേജേഴ്സ് IIFL സെക്യൂരിറ്റീസ്, എസ് സെക്യൂരിറ്റീസ്, അതുകൂടാതെ ഇൻഡോറിയൻ ഫിനാൻഷ്യൽ സർവീസസ് എന്നീ കമ്പനികളാണ്. ഇനി ഇതുവരെയും ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ട്, സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്ത് ഒരു അക്കൗണ്ട് തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. eMudhra IPOയുടെ ഡീറ്റെയിൽസ് കേട്ടല്ലോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കമൻറ്റുകൾ ഇടണം. നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം.
നമുക്കിനിയും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.